ഡ്രൈവറും 5-6 ക്യാമറയൊക്കെ ഒരുമിച്ചാണ് ആള്. ഇന്നത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത സ്മെല്ലടിക്കില്ല. ഇതിങ്ങനെ ജീർണിച്ച് സാധനം ഉണങ്ങി കടിച്ച് പോവേ ഉള്ളൂ. ഫാസിയോഗ്രാഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനോൺ 800 അത് പ്രൈം ലെൻസ് പ്രൈംസാ. നമ്മൾ ആദ്യമായിട്ട് റിവ്യൂട് കാണുന്നത് ഈ ഫോട്ടോഗ്രാഫേഴ്സ് കൂടുതൽ ഹണ്ടേഴ്സാണ് ഉണ്ടാവര് ഇവിടെ. ആദ്യമായിട്ടാണ് ഒരു അറബി ഫോട്ടോഗ്രാഫറിനെ കാണുന്നത്. ഒരു വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് തോന്നുന്നില്ലേ? അതെ, ഹെവി ടീമാണ്. 800 ലെൻസ് ഒക്കെയാണ് മൂപ്പരെടുക്കുന്നത്. 800 ലെൻസും അതേപോലെ വ്ളോഗിനായിട്ട് വീഡിയോ എല്ലാം. ഒരു ഡ്രൈവറും 5-6 ക്യാമറയൊക്കെ ഒരുമിച്ചാണ് ആള്. ഇവിടുത്തെ മണ്ണൊക്കെ ചവിട്ടി കൊണ്ടുപോവുക. നല്ല കാറ്റുണ്ടല്ലേ, തണുപ്പുണ്ട്. കാറ്റ് മാത്രല്ല, ശരിക്കും തണുപ്പ് സമയം ആയിട്ടില്ല. തണുപ്പത്ത് വരുന്നൊരു പക്ഷിയാണ് ഗള്ള്. ഗള്ളിൽ കാസ്പിയൻ ഗള്ള് എന്ന് പറഞ്ഞ ഒരു ഗള്ളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിന്റെ ജുവനൈൽ എന്ന് പറഞ്ഞ സാധനമാണ്. ജുവനൈൽ എന്ന് പറഞ്ഞ സംഭവം എന്താ അറിയോ? ജുവനൈൽ എന്ന് പറഞ്ഞാൽ ഈ പക്ഷികളില് അഡൾട്ട് ആകുന്നതിന് കുറച്ച് മുന്നേ, അതായത് കുട്ടിയല്ലേനും എന്നാൽ അഡൾട്ട് ആയിട്ടില്ലേനും, അതിന്റെ മുന്നത്തെ പേരാണ് ജുവനൈൽ എന്നുള്ളത്. അപ്പോൾ ഇവര് ജുവനൈൽ ആകുന്നതിന് മുന്നത്തെ കളറാണ് ഈ കാണുന്നത്. ഒരു ഗ്രേ കളറും വൈറ്റും ഗ്രേയും കൂടി കൂടിയിട്ടുള്ള ഒരു കളറാണിത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗള്ള അവിടെ ഇരിക്കുന്നുണ്ട്. അത് വായന്നിപ്പോൾ തുപ്പിയത് കണ്ട ഈ സംഭവം എന്താ വെച്ചാൽ, ഈ ഗള്ളാണെങ്കിലും ഈ പരുന്തുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭക്ഷിക്കണത് ഇപ്പോൾ മീൻ അല്ലെങ്കിൽ എലികൾ അങ്ങനത്തെ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ എല്ല് മുള്ളൊക്കെ ഉണ്ടാവും, ഇപ്പോൾ ഡൈജസ്റ്റ് ആവാത്ത സാധനം. അപ്പോൾ അവർ അത് പുറന്തള്ളും. അത് പുറന്തള്ളുന്ന സംഭവമാണ് ഇപ്പോൾ ഈ കണ്ടത്, തുപ്പിക്കളെ. ഇലക്ട്രിക് കമ്പുമ്മ ഇരിക്കണ പരുന്തിനെ കണ്ടജി, അത് നമ്മുടെ നാട്ടിലുണ്ട്. എർലിയാന്ന് അതിൻ്റെ പേര്. ബ്ലാക്ക് വിങ്ഡ് കൈറ്റ് എന്ന് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. അത് ശരിക്കും അതിൻ്റെ ഒരു ഹണ്ടിങ് സ്റ്റൈലുണ്ട്. ഓപ്പോസിറ്റ് വരുന്ന കാറ്റിൻ്റെ പ്രതിരോധിച്ചിട്ട് ഇങ്ങനെ വായിൽ ഇങ്ങനെ നിൽക്കും. വായിൽ നിന്നിട്ട് അതിൻ്റെ ഹണ്ട് ചെയ്യാനുള്ള സാധനത്തിനെ കണ്ടുപിടിച്ചിട്ട് ഒറ്റ താഴത്തേക്ക് ഇറങ്ങിയാണ്ട് പിടിക്കണം അതിൻ്റെ ഹണ്ടിങ് സ്റ്റൈല്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഇലക്ട്രിക് കമ്പ് മേലെ ഇരിക്കണത് കൂടുതൽ സമയം ഇതിനെ ഇലക്ട്രിക് കമ്പ് മേലെ കണ്ടിട്ടുണ്ട്. അതിൽ വരുന്നിട്ട് ഫുള്ള് ഇരുന്ന് വാച്ച് ചെയ്യും. അത് വാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഹണ്ടിങ്ങുള്ള എന്താ ഇപ്പോൾ കോഴിയാണെങ്കിൽ കോഴി അല്ലെങ്കിൽ വല്ല ഓന്ത അങ്ങനെ കഴിക്കാറോ അതിനെ കറക്റ്റ് സ്പോട്ട് ചെയ്തിട്ട് അതിനെ പോയി പിടിച്ചിട്ട് അവിടെ ടൈമിൽ തന്നെ വന്നിരുന്നിട്ട് കഴിക്കുകയും ചെയ്യും. എടാ അത് കോർമറൻ്റ് ആണ്, ഗ്രേറ്റ് കോർമറൻ്റ്. ആടാ ചത്തിക്കണ്. ഇതൊന്നും ഏതോ പക്ഷികളെ ഹണ്ട് ചെയ്താണ്. ഇപ്പോൾ ജസ്റ്റ് ആയിട്ടുള്ളൂ, ബ്ലഡൊക്കെ തിന്നോ വായന വന്നിരുന്നു. നമുക്ക് അങ്ങനെ പാർക്കിന് പരുന്തൊക്കെ ക്രമിച്ചതാണ് ചാൻസ്. ജസ്റ്റ് ഫ്രഷ് സാധനമാണ് ഉണ്ടാ. ഈ സാധനത്തിനൊക്കെ ഇത്ര അടുത്തുനിന്ന് ഇപ്പോൾ ആദ്യമായിട്ട് കാണുക. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റൂല, അപ്പോൾ നമ്മൾ പറന്നു പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതെന്തായാലും ഈ ഒരു മീകുത്തിപ്പന്മനായി എന്താ പറയുക, ഫോട്ടോ എടുക്കാൻ ഭയങ്കര രസമാണ്. കാരണം ഇതിൽ എയറിൽ ഇങ്ങനെ നിന്നേരും നല്ല രസത്തിൽ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അത് മറ്റേ നമ്മുടെ നാട്ടിൽ കാണുന്ന കിങ്ഫിഷറിൻ്റെ പോലെയല്ല, വൈറ്റും ബ്ലാക്കും ആണ് ഇതിൻ്റെ ഇതിലും. നമ്മൾ സാധാരണ നമ്മൾ നീല കളറും ഒരു എന്താ പറയുക ഗ്രേ കളറൊക്കെ ആയിട്ട് കൂടിക്കാണ്ടുള്ള കാരണം ഇത് ചോപ്പ് ചുണ്ടോ, അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ്, വൈറ്റും ബ്ലാക്കും. ഈ ആ പുല്ലുമ്മ ഒരു ബേർഡ് ഇരിക്കണ കണ്ട, എൻ്റെ പേര് ഇസബേലിയൻ ഷ്രൈക്ക് എന്നാണ്. ഈ ഷ്രൈക്കുകളെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഷ്രൈക്കുകളെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അതിൻ്റെ ഒരു ഐഡൻറ്റിഫൈ ആണ്. ഈ കണ്ണിൻ്റെ ഇവിടുന്ന് അതിൻ്റെ പിൻഭാഗം വരെ ഒരു നമ്മളൊരു കൺമശി എഴുതിയ പോലെയൊക്കെയാണ്. അത് പെട്ടെന്ന് ഷ്രൈക്കുകളെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണ്. അതായത് ആയിരിക്കുന്നത് ഷ്രൈക്ക് എന്താണ് ഷ്രൈക്ക് എന്ന ഫാമിലിപ്പെട്ട ഒരു ബേർഡാണത്. ഷ്രൈക്കാണെന്ന് മനസ്സിലാവും. ഷ്രൈക്കുകൾ ഒരുപാടുണ്ട്. അതിൽ പെട്ടാണ് ഈ ഇസബേലിയൻ ഷ്രൈക്ക് എന്ന് പറഞ്ഞിട്ട് ഷ്രൈക്കാണത്. അതേപോലെ തന്നെ വേറെ മറ്റൊരു ബേർഡാണ് ആയിരിക്കണത്, അത് ഇസബേലിയൻ വെതർ. അപ്പോൾ ഈ ഇസബേലിയൻ എന്ന് പറഞ്ഞത് നമ്മൾ ശരിക്കും ഷ്രൈക്ക് പറഞ്ഞില്ല, കുറച്ച് മുന്നേ ഷ്രൈക്ക് പറഞ്ഞില്ല, അതിൻ്റെ ഫാമിലി പെട്ടാണെന്ന് കരുതും. പക്ഷെ അതല്ല, ഇസബേലിയൻ ശരിക്കും കളറിനെ പറ്റിയിട്ട് പറഞ്ഞാണ്. അതൊരു ലാറ്റിൻ വേർഡിൽ നിന്നുണ്ടായതാണ് ഈ ഇസബേലിയൻ. ഇസബേലിയൻ വെതറില്ലേ, അവരെ കൂടുണ്ടാക്കുന്ന അധികം ഈ മണ്ണിൻ്റെ അടിയിലാണ്. ഈ മാളം പുത്തൊക്കെ ഉണ്ടാവില്ല, മറ്റ് പക്ഷികളല്ലെങ്കിലും ഈ എലികളൊക്കെ ഉണ്ടാക്കിയ മാളങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെയാണ് ഇവർ കൂട് ഉണ്ടാക്കില്ല, അതവർ കൂടാക്കി മാറ്റുന്നതാണ്.
ഇവര് മറ്റുള്ളവരെ കൂട് ഇവര് കൈ കയറാണ് ചെയ്യുക. ഇവർ കൂടുതൽ സ്വന്തമായിട്ട് കൂടുണ്ടാവും. മരുഭൂമിയിൽ കാണുന്ന ഒരു പക്ഷിയാണിത്. അപ്പോൾ ഈ ചൂടുകളൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടെമ്പറേച്ചർ കുറഞ്ഞ് കിട്ടും. അപ്പോൾ അവിടെ മറ്റ് ജീവികൾ ഇല്ല, അവർ അത് ഒന്നുമില്ല, അവരെ ശത്രുക്കളൊന്നും ഇല്ലയെന്ന് കണ്ടിട്ടേ അവിടെ ഇവരുടെ ഉള്ളിൽ കയറുള്ളൂ. അതായത് അവർ ഒഴിവാക്കി പോയ കൂട് അങ്ങനത്തേലൊക്കെയാണ് ഇവർ താമസം ആക്കിയെടുക്കുക. ഇസ്ബേലിയൻ വെർദർ നമ്മളിതിങ്ങനെ കാണുമ്പോൾ വിചാരിച്ചും വലിയ തടാകാണെന്ന് കരുതും. പക്ഷെ അത് അധികം ആഴമൊന്നുമില്ല. കായലൊക്കെ പോലെ അല്ലേ? കായൽ പോലെ നമ്മുടെ നാടിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ആഴമൊന്നുമില്ല. ഇറങ്ങി നമ്മളെ മുട്ടിൻ്റെ അത്ര ഏറിപ്പോയാൽ മുട്ടിനോളം ഉണ്ടാവുള്ളൂ. ചളിയാവും അല്ലേ? ഫുള്ള് ചളിയാണിത്. അറബികൾ വണ്ടിയൊക്കെ ഇറക്കിയിട്ട് പൈസ ഒക്കെ നടത്തലുണ്ട്. വണ്ടി ഇറക്കിയതിൻ്റെ പാടുണ്ടോ? ഇവിടെ എന്താ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്വിം ചെയ്യാൻ പാടില്ല, വാഷ് ചെയ്യാൻ പാടില്ല, പിടിക്കാൻ പാടില്ല ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അത് ഇങ്ങനത്തെ വെള്ളമാണ്. നമ്മൾ ഖത്തറിന് ഏറ്റവും കൂടുതൽ വേസ്റ്റേജ് വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മീൻ ചത്തെടുക്കണോക്ക് മീൻ ചത്ത് കൊടുക്കുന്നു പറയാണല്ലോ. ശരിയാണല്ലേ? ശരി മീൻ അവിടുത്തെ ഖത്തർ ഫിഷാണ്. ഇത് മറ്റേ ഉണക്കമീനല്ല, ഉണങ്ങിപ്പോയ മീനാണ്. ഉണക്കലായതാണല്ലേ? അതെ, വെള്ളത്തിൻ്റെ അടുത്തിട്ട് വെള്ളം ഇത് കിട്ടാതെ ഇതാണ്. ഇങ്ങനെ ഇവിടെയൊക്കെ ഇതുവരെ ഉണ്ടാവും ഇതിൻ്റെ വാട്ടർ ലെവൽ ഇങ്ങനെ വറ്റി വരുമ്പോൾ ഇങ്ങനെ മീനുകൾ ചത്തെടുക്കണത് ഞാൻ അവർ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഒരു കൂട്ടം മീനുകൾ ചത്തെടുക്കണ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ. പക്ഷെ ഇതിൽ ഇത്രയും വലുതാവുണ്ടല്ലേ മീനുകൾ ഈ വെള്ളത്തിൽ? പക്ഷെ ഇതിനൊന്നും ഹണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ അവിടെ എഴുതി വെച്ച് കണ്ടില്ല. നമ്മൾ ഹണ്ട് ചെയ്യാൻ മീൻ പിടിക്കാനൊന്നും പാടില്ല. കാരണം വെള്ളം നല്ലതല്ലാത്തതുകൊണ്ടാണ്, നല്ല മീൻ പിടിക്കണോണ്ടല്ല. ഇതാ ഇവിടെ ഉണ്ട്, വേറെ ഉണ്ട്. ചെറുതാ ഇത് ശരിയല്ല, ഇത് വേറെ ഏതോണ്. ചെറിയൊരു ഫിഷ്. ഇത് ഏത് പക്ഷിൻ്റെ തൂവല അറിയോ? ഇത് ഒന്നുകിൽ ഗള്ള് അല്ലെങ്കിൽ ഇഗ്രറ്റ്. ഇവിടെ കൂടുതൽ കാണുന്നത് ഈ രണ്ട് ബേഡാണ് വൈറ്റിൽ കാണുന്നത്. ഇഗ്രറ്റിൻ്റെ ആവാനാണ് ചാൻസ്. പ്രാവിൽ ഏറ്റവും ചെറിയ സാധനമാണ്. നമ്മൾ സാധാരണ നാടൻ പ്രാവ് കാണുന്നില്ലേ, അതിൻ്റെ ഏറ്റവും ചെറിയ പ്രാവാണിത്, നമക്കോടാവ്. അതിൽ രണ്ടൈറ്റം ബേഡിനെ കാണാനില്ലേ, രണ്ടൈറ്റം പ്രാവിനെ. അതിൻ്റെ ആണാണ് ഇവിടെ കറുപ്പ് കളറായിട്ട് ഇങ്ങനെ കാണുന്നത്. എപ്പോഴും ആണുങ്ങളായിരിക്കും സുന്ദരന്. അപ്പോൾ ഈ പ്രാവുകളിൽ വേറെ പ്രത്യേകത ഉണ്ട്. ഏറ്റവും മോശം കൂട്, അതായത് ദുർബലമായ കൂടുണ്ടാക്കുന്ന കിളിയാണ് പ്രാവ്. 4 കമ്പും ചുള്ളി മാത്രം ഇട്ട് കണ്ട് അവരതിൽ മുട്ടിടും. ബാക്കിയുള്ള കിളികളൊക്കെ നല്ല വളച്ചൊടിച്ചിട്ടും നല്ല ഡിസൈനിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. പ്രാവുകൾക്ക് അതിനുള്ള കഴിവില്ല, നല്ല കൂടുണ്ടാക്കാനുള്ള ഒരു കഴിവില്ല. ഇത് ബാമ്പുമാണ്. നമ്മളെ നാട്ടിൽ കാണാൻ മോളങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക. നമുക്ക് സൗണ്ട് കേൾക്കണ്ടെന്നറിയില്ല, ചെറിയ പീ എന്നുള്ള സൗണ്ട് കേൾക്കും. ഇത് നമ്മൾ വരുത്തിക്കാട്ടുള്ള സൗണ്ടാണിത്. നമ്മൾ വിചാരിച്ചു ഇത് വല്ല ബേഡാണെന്ന് കരുതും. നല്ല രസമാണിത് കാണാൻ. നമ്മൾ നേരത്തെ കണ്ടില്ല, ആ ചത്ത കിളി കണ്ടില്ലേ, ഒക്കെ ദേശാടന പക്ഷികളാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന കിളിയാണ് മുങ്ങാങ്കോഴി. അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് ഗ്രേറ്റ് ക്രസ്റ്റഡ് കർപ്പ് എന്നാണ്. അത് ആ കോഴി എന്നുള്ള വരാൻ പേരാൻ കാരണം ഇവിടെ മുങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 മീറ്ററോ അല്ലെങ്കിൽ 10 മീറ്റർ അപ്പുറത്ത് പോയിട്ട് അത് മുത്തുക. മീനെ പിടിച്ചിട്ടൊക്കെ കഴിക്കാൻ പിന്നെ മുത്തി. ഇതിൻ്റെ തലയിലൊരു പൂ പോലെ, ആണിൻ്റെ ഇങ്ങനെ നല്ല പൂ പോലെ ഇങ്ങനെ കാണുക. ഒരു തലയിൽ നല്ല അടിപൊളിയായിട്ട് തൊപ്പി പോലെ കാണണം. പിന്നെ ഇവർ കൂടുതലും വെള്ളത്തിൽ തന്നെയാണ്. മറ്റുള്ള പക്ഷികളെ പോലെയല്ല, അധികം വെള്ളത്തിലാണ് മീനെ പിടിച്ചിട്ടൊക്കെയാണ് അധികം നിൽക്കുക. താറാവിൻ്റെ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ്. അതേപോലെ തന്നെ പറന്ന് പോകാനുള്ള കഴിവുണ്ട്. വിന്റർ സീസൺ ആകുമ്പോൾ ഇങ്ങനെ പറന്ന് കേട്ട് വരും. ഈ ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ചീഞ്ഞണിയൂല സാധനം. എന്തെങ്കിലും സ്മെല്ലുണ്ടത്? ഒരു സ്മെല്ലും ഇല്ല. ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ പ്രത്യേകത നമുക്ക് സ്മെല്ലൊന്നും കിട്ടില്ല. ഇതിപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എത്ര ദിവസമായിട്ടുണ്ടോ? ജസ്റ്റ് ഒരു 3-4 ദിവസം എന്തായാലും 3-4 ദിവസമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ ചീഞ്ഞളിഞ്ഞ് ആകെ സ്മെല്ലൊക്കെ ആ ഏരിയ മൊത്തം സ്മെല്ലടിച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ പ്രത്യേകത സ്മെല്ലടിക്കില്ല. ഇതിങ്ങനെ ജീർണിച്ച് സാധനം ഉണങ്ങി കടിച്ച് പോവേ ഉള്ളൂ. ഇന്നത്തെ നമ്മളെ വ്ളോഗ് കഴിഞ്ഞിരുന്ന് കൂടുതൽ ഫോട്ടോസും വീഡിയോസും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് ജിയോഗ്രാഫി എന്നുള്ള ചാനൽ വിസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത കാണാം.